വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ദുനിയാ കി ഛത്ത് എന്ന പാഠമാണ്. ദുനിയാ കി ഛത്ത് 4 ലോകത്തിൻ്റെ മേൽക്കൂര. ഛത്ത് മീൻസ് മേൽക്കൂര. ഛത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര എന്നാണ് അർത്ഥം. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പ്രദേശം ടിബറ്റാണ്. ഈ ടിബറ്റിനെ പറ്റിയാണ് നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്ക് ആ പാഠം ഒന്ന് വായിക്കാം. ദുനിയാ കി ഛത്ത് കിസി ഭി ലോകത കോ സമജ്നെ കെ ലിയെ. ഏതെങ്കിലും നാടോടിക്കഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കിസി ഭി ലോകത, ലോകത മീൻസ് നാടോടിക്കഥ, കിസി ഭി ലോകത സമജ്നെ കെ ലിയെ ഏതെങ്കിലും നാടോടിക്കഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉസ് ഇലാഖയ്ക്ക് ആ പ്രദേശത്തിൻ്റെ ജലവായു മീൻസ് കാലാവസ്ഥ, രഹൻ സഹൻ ജീവിത നിലവാരം, ഖാൻ പാൻ ആഹാര രീതികൾ, ഔർ സംസ്കൃതി അല്ലെങ്കിൽ അത് കൂടാതെ സംസ്കാരം, കോ സമജ്ന ഉപയോഗി ഹോത്ത ഹെ അവയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഏറ്റവും ഉപയോഗപ്രദമായിരിക്കും. ജിസ് ഇലാഖെ മേ വഹ് ലോകത സുനായി ജാതി ഹെ ഏത് പ്രദേശത്തെ ആണോ ആ നാടോടിക്കഥ പറഞ്ഞു കേൾക്കുന്നത് ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥ, ജീവിത നിലവാരം, ആഹാര രീതികൾ, സംസ്കാരം എന്നിവയെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അത് നന്നായിരിക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? രാഖ് കി രസി ശീർഷക് ലോകകഥ. രാഖ് കി രസി എന്ന് പേരുള്ള ലോകകഥ തിബത്ത് സേക്ക് സംബന്ധിത ഹെ. അത് തിബത്തിനെ സംബന്ധിച്ചുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ആ ഒരു ലോകകഥ. അത് തിബത്തിനെ സംബന്ധിച്ചുള്ളതാണ്. ജിസെ ദുനിയാ കി ഛത്ത് കഹ ജാത്ത ഹെ ഇതിനെയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത്. ഈ തിബത്തിനെ പറ്റിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത്. ക്യോംകി എന്തുകൊണ്ടെന്നാൽ യഹ് ബഹത്ത് ഊംചെ പഠാർ പർ സ്ഥിത് ഹെ. ഈ തിബറ്റ് ബഹത്ത് ഊംചെ പഠാർ പർ വളരെ ഉയരം കൂടിയ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഠാർ സെമീൻ കെ ഏസേ ഭാഗ് സെ കാത്ത ഹെ. പഠാർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഈ പ്രത്യേക പ്രദേശത്തെ പറ്റിയാണ് പറയുന്നത്. അത് ഏത് പ്രദേശം നോക്കാം. ജോ മൈതാൻ സെ ഊംച അത് മൈതാനത്തേക്കാൾ ഉയരത്തിലാണ്, അല്ലെ സമുദ്രത്തേക്കാൾ ഉയരത്തിലാണ്. അവർ പഹാഡ് കെ നീച്ചെ ഹോത്ത ഹെ അല്ലെങ്കിൽ അവ കുന്നുംപുറങ്ങളെക്കാളും പർവ്വതങ്ങളെക്കാളും താഴെയാണ് കാണപ്പെടുന്നത്. തിബത്ത് കെ പഠാർ പർ ഖടേ ഹെ തിബത്തിൻ്റെ ഈ പീഠഭൂമിയിൽ നിൽപ്പുണ്ട്. എന്താണ് പഠാർ പർ ഖടേ ഹെ ഊംചെ പഹാഡ് ഉയരം കൂടിയ പർവ്വതങ്ങൾ. ജോ ഹിമാലയ കാ ഹിസ്സ ഹെ അവ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളും കൂടിയാണ്. ഇൻ പഹാഡോ കെ ഏക് സ്വാസ്യത ഹെ ഈ പർവ്വതങ്ങളുടെ ഒരു പ്രത്യേകത ഇതാണ്. കി ഏ കൈ രംഗ് കെ ഹേ ഇവയെല്ലാം പല നിറത്തിലുള്ളതാണ്. ഏതെല്ലാം നിറത്തിലുള്ളതാണ്? ഭൂരെ ബ്രൗൺ, ലാൽ ചുവപ്പ്, പീലി മഞ്ഞ, ബൈഗനി പർപ്പിൾ, ഗുലാബി റോസ്, ഗേരുവ കാവി, അവർ ഹരെ പച്ച ഈ നിറങ്ങളിലാണ് കാണപ്പെടുന്നത് ഇവയെല്ലാം തന്നെ. അപ്പോൾ പല നിറങ്ങളാണുള്ളത്. ഭൂരെ, ലാൽ, പീലെ, ബൈഗനി, ഗുലാബി, ഗേരുവ, അവർ ഹരെ. ഠീക്ക് വൈസേഹി നേര് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഠീക്ക് വൈസേഹി ജൈസെ ചോട്ടെ ബച്ച് അപ്പനെ ചിത്രം മേ കൊച്ചുകുട്ടികളെ പടം വരച്ചിട്ട് മൻ ചാഹേ രംഗ് ഭർദേത്തെ ഹേ അവർക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ നൽകും. ഇൻ പഥരിയിലെ പഹാഡോ അതുപോലെയാണ് എന്നാ പറയുന്നത്. ഇൻ പഥരിയിലെ പഹാഡോ മേ തരഹ് കരഹ് മിട്ടി ഈ സ്റ്റോണി പഹാഡോ മേ സ്റ്റോണി മീൻസ് പാറ നിറഞ്ഞ സ്റ്റോണി. ഇത്തരം പഥരിയിലെ മീൻസ് കല്ലൊക്കെ നിറഞ്ഞ പാറക്കെട്ടുകൾ നിറഞ്ഞ. ഇൻ പഥരിയിലെയും പഹാഡോമേ ഇത്തരത്തിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ തരഹ് പഹാഡോമേ ഈ പർവ്വതത്തിലെ തരഹ് കി മിട്ടി പലതരത്തിലുള്ള മണ്ണുണ്ട്. തരഹ് കി മിട്ടി അവർ ഖനിജ് പദാർത്ഥ ഹേ അതുപോലെ തന്നെ ധാതു ലവണങ്ങളുമുണ്ട്, ഖനിജ പദാർത്ഥങ്ങളുണ്ട്. സൂരജ് കി ബട്ടി അവർ ഘട്ടി സൂര്യൻ്റെ കൂടിയും കുറഞ്ഞും വരുന്ന കിരണോം കെ പഠനേസേ സൂര്യകിരണങ്ങൾ കൂടിയും കുറഞ്ഞും വരുന്നോ വീഴുമ്പോൾ പഹാഡ് അനോഖേ രംഗമേ പർവ്വതം വളരെ വ്യത്യസ്തമായ നിറങ്ങളിൽ പെക്യുലറായിട്ടുള്ള നിറങ്ങളിൽ ചമക്കുത്തേഹെ തിളങ്ങി നിൽക്കുന്നു.
തിബത്ത് കി ഹവാമേ നമി ബഹുത്ത് കം ഹേ. തിബറ്റിൻ്റെ ഈ ഹവായിൽ, ആ വായുവിൽ ഈർപ്പം വളരെ കുറവാണ്. ഹവ മീൻസ് വായു, നമി മീൻസ് ഈർപ്പം. അവിടെ ഈർപ്പം തീരെ കുറവാണ്. ഇസ് വജഹ സേ, ഈ കാരണത്താൽ യഹാം ബർസാത്ത് ഓർ ബർഫ് ബാരി കം ഹോത്തി ഹേ, ഇവിടെ മഴയില്ല, ഒട്ട് ബർഫ് ബാരിയും തീരെ കുറവ്, മഞ്ഞ് വീഴ്ചയും തീരെ കുറവാണ്. ഖുശക് മൗസമ്മേ എന്ന് പറഞ്ഞാൽ ഉണങ്ങി വരേണ്ട കാലാവസ്ഥയിൽ പേട് പൗതവും ബഹത്ത് നഹീം ഹോത്തെ ഹേ, മരങ്ങളും ചെടികളും ഒക്കെ ഒന്നും ഇല്ലാതാകുന്നു. തിബത്ത് കി പൂർവി ഭാഗ് ഹീ ഏസാ ഹേ, തിബറ്റിൻ്റെ കിഴക്കൻ ഭാഗം ഇങ്ങനെയാണ്. ജഹാം ഖൻ ജംഗൾ പായേ ജാത്തേ ഹേ, കിഴക്കൻ പ്രദേശങ്ങളിലെ ഇങ്ങനെയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞത്, ഖനേ ജംഗൾ പായേ ജാത്തേ, അവിടെ നല്ല ഇടതിങ്ങിയ വനങ്ങളുണ്ട്. ഉൻ ജംഗളോമേ, ആ വനങ്ങളിലെ പേട് പൗധയും ചെടികളും മരങ്ങളും പശുപക്ഷിയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ദുർലഭ കിസ്മേ മിൽത്തി ഹേ, അവിടെ വളരെ ദുർലഭമായ ഇനങ്ങളൊക്കെ കണ്ടുവരുന്നു. എന്തിൻ്റെയൊക്കെയാണ്? മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചെടികളുടെയും ഒക്കെ ദുർലഭമായ ഇനങ്ങൾ അവിടെ കാണപ്പെടുന്നു. തിബത്ത് കി മിട്ടി കഹീം രേതീലി ഹേ, തിബത്തിലെ മണ്ണ് പലയിടത്തും സാൻഡിയാണ്. കഹീം ലാൽപീലി, പലയിടത്തും റെഡും യെല്ലോയും നിറം കലർന്ന് വേണം, ചുവപ്പും മഞ്ഞയുള്ള. തോ കഹീം കാളി, കഹീം കാലി, ചിലയിടത്ത് ബ്ലാക്ക് നിറമാണ്. തിബത്ത് മേ ലഗ്മഗ്, തിബത്തിൽ ഏകദേശം 1500 ചീലയും ഹേ, അവിടെ ഒരു 1500ഓളം തടാകമുണ്ട്. ഹേ ചീലയും ബന്ദി ഹേ പഹാടോങ്കി ബർഫ് പിതൽത്തേസേ, ഇവ ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഈ തടാകമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ മഞ്ഞുരുകിയിട്ടാണ്. പഹാടോങ്കി ബർഫ് പിതൽനേസേ, കുന്നുംപുറങ്ങളിലെ പർവ്വതങ്ങളിലെ മഞ്ഞൊക്കെ ഉരുകിയിട്ടാണ് ഈ തടാകങ്ങൾ ഉണ്ടാകുന്നത്. ഇൻമേ മാനസസരോവർ ചീൽ കാ ബഹുത്ത് നാം ഹേ, മാനസരോവർ എന്ന് പറയുന്ന ആ തടാകം വളരെ പ്രസിദ്ധമാണ്. എഹിംസെ സംഗമവും യാനി ബ്രഹ്മപുത്ര നദി നികൽത്തി ഹേ, ഇവിടെയാണ് സംഗമവും യാനി ബ്രഹ്മപുത്രമാണ്. സംഗമം എന്ന് പറയുന്നത് അവിടുത്തെ തിബറ്റിലെ ബ്രഹ്മപുത്രയുടെ പേരാണ് സംഗമവും. അവിടെ സംഗമവും യാനി ബ്രഹ്മപുത്ര നദി നികൽത്തി ഹേ, അവിടെ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഒഴുകി വരുന്നത്. കാഫി ഊംചായ് പർ ബസാ ഹോനെ കെ കാരൺ, വളരെയധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തിബത്ത് ബഹുത്ത് ഠണ്ഡ പ്രദേശ്, തിബറ്റ് വളരെ തണുത്ത പ്രദേശമാണ്. യഹാം കി സർദി കാ കണ്ടീഷൻ, ഇവിടുത്തെ ഈ തണുപ്പിൻ്റെ അവസ്ഥയെ മത് പൂച്ചു, ചോദിക്കല്ലേ. ഏസേ ലഗ്താ ഹേ ജൈസേ കിസീനെ, ഇതിങ്ങനെയാണ്, ജൈസേ കിസീനെ ഫ്രിഡ്ജ് കെ ഡാൽ ദിയാ ഹോ, ആരെങ്കിലും പിടിച്ച് ഫ്രിഡ്ജിലിട്ട് അങ്ങനെ ഇരിക്കും. അവർ ഊപ്പർ സേ തേജ് ഡൻഡി, മുകളിൽ കൂടെ നല്ല വേഗത്തിൽ തണുത്ത ഹവാ ചൽ രഹി ഹോ, തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ്. ഇസലിയെ, അതുകൊണ്ട് വഹാം കെ ലോഗ് ഹമേശ, അവിടുത്തെ ആൾക്കാരെല്ലായ്പ്പോഴും ഭാരി ഫർക്കം ഗരം കപ്പടെ പഹൻ രഹത്തെ ഹേ, അവർ നല്ല കട്ടിയുള്ള ചൂടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയുള്ളൂ. അങ്ങനെയാണ്. ഭാരി ഫർക്കം ഗരം കപ്പടെ പഹന്നെ രഹത്തെ ഹേ, അവരങ്ങനത്തെ വസ്ത്രമേ ധരിക്കുകയുള്ളൂ. കാരണം ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ്. തിബത്തി ലോകോം കി ഘർ ബനാനെ കി കാരികാരി അനോഖി ഹേ, തിബത്തിലെ ജനതയുടെ വീടുണ്ടാക്കാനുള്ള അവരുടെ കരകൗശലമുണ്ടല്ലോ, അത് അതുല്യമാണ്. അനോഖി ഹേ, അത് വളരെ അതുല്യമാണ്. യഹാം ലക്കടി കെ ബനേ ഹുയെ ബഹുമഞ്ചിലാ ഘർ ഹെ, ഇവിടെ തടി കൊണ്ടുണ്ടാക്കിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ലോഗ് അബ് പത്ഥർ മിഠി और സിമൻ കെ ഘർ ഭി ബനാനെ ലഗേ ഹേ, ഇപ്പോൾ ആൾക്കാർ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും സിമെൻറ്റ് കൊണ്ടും ഒക്കെയുള്ള വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഖിഡ്കിയാം ഭി അതിക്ക് ബനായി ഹോത്തി ഹേ, ഇഷ്ടംപോലെ കൂടുതൽ ജനലും ഉണ്ടാക്കുന്നുണ്ട്. താക്കി മീൻസ് സോ ദാറ്റ് സൂര്യ കി ഡർ സാരി റോഷാനി ഘർമേ അന്തർ ജാ സകേ, സൂര്യൻ്റെ വെളിച്ചം എല്ലായിടത്തും ചെന്നെത്താൻ വേണ്ട ഖിഡ്കി കൂടുതൽ വെക്കുന്നത്, ജനൽ കൂടുതൽ വെക്കുന്നത്. ഭൂകമ്പ സേ ബച്ചാവ് കേലിയെ, ഭൂകമ്പത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്
ദീവാരോം അന്തർസ്കി ഓർ ഭിത്തി അകത്തേക്ക് അല്പം ചരിച്ച് തോടാ ചുഖി ഹോത്തി ഹേ ഭിത്തി അല്പം അകത്തേക്ക് ചെരിച്ചാണ് കെട്ടിയിരിക്കുന്നത്. തിബത്ത് കാ സബ്സേ ബഡാ ഷഹർ ഹേ ലാസ. തിബത്തിൻ്റെ ഏറ്റവും വലിയ പട്ടണമാണ് ലാസ പട്ടണം. 3650 അതായത് 3650 മീറ്റർ കി ഊംചായി പർ അത്രയും പൊക്കത്തിൽ സ്ഥിതി ഹോനേക്കെ കാരൺ അത്രയും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് യഹ് ദുനിയാ കാ സബ്സേ ഊംചായി ഷഹർ മാനാ ജാത്താ ഹേ. ഇത് ലോകത്തിലെ ഏറ്റവും പൊക്കത്തുള്ള പട്ടണമെന്നറിയപ്പെടുന്നു. കപ്പടവും വസ്ത്രങ്ങൾ തഥാ ഖാനെ പീനേക്കെ ലിയേ ഭക്ഷണപദാർത്ഥങ്ങൾക്കും പാനീയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യഹാം കാ ബാസാർ ബഹുത്ത് പ്രസിദ്ധ. ഇവിടുത്തെ ആ മാർക്കറ്റ് വളരെ പ്രസിദ്ധമാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കപ്പടയുടെ കാര്യത്തിൽ, വസ്ത്രങ്ങളുടെ കാര്യത്തിൽ, ഖാനെ പീനെ ആഹാരത്തിനും പാനീയങ്ങളുടെ കാര്യത്തിലും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. ലാസാക്കോ തിബത്തിയോങ്കോ ദിൽ മാനാ ജാത്താ ഹേ. ലാസയെ തിബത്തുകാരുടെ മനസ്സായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.